ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ബ്രസീലിയൻ ദേശീയ ടീം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പരിശീലകരെ അവർക്ക് മാറ്റി പരീക്ഷിക്കേണ്ടി വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കാർലോ ആഞ്ചലോട്ടിയിലാണ് ഇപ്പോൾ ബ്രസീൽ എത്തി നിൽക്കുന്നത്. ഏതായാലും ബ്രസീലുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കണക്ക് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ വേൾഡ് കപ്പ് സൈക്കിളിൽ സെന്റർ ഫോർവേഡ് താരങ്ങൾ നേടിയതിനേക്കാൾ കൂടുതൽ ഗോളുകൾ സെന്റർ ബാക്ക് താരങ്ങൾ നേടിയിട്ടുണ്ട് എന്ന രസകരമായ ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ബ്രസീലിയൻ സെന്റർ ബാക്കുമാർ ആകെ 6 ഗോളുകളാണ് ഈ വേൾഡ് കപ്പ് സൈക്കിളിൽ നേടിയിട്ടുള്ളത്. അതിൽ മാർക്കിഞ്ഞോസ് 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. കൂടാതെ ബ്രമർ, എഡർ മിലിറ്റാവോ, ഗബ്രിയേൽ മഗല്ലസ്, പൗലോ ഹെൻറിക്ക് എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട്. അങ്ങനെ സെന്റർ ബാക്കുമാർ 6 ഗോളുകളാണ് ബ്രസീലിന് വേണ്ടി ഈ വേൾഡ് കപ്പ് സൈക്കിളിൽ നേടിയിട്ടുള്ളത്. അതേസമയം സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് കളിക്കുന്ന താരങ്ങൾ ആകെ 5 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അതിൽ എൻട്രിക്കാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത്. 3 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൂടാതെ ഇഗോർ ജീസസ് 1 ഗോളും മാത്യൂസ് കുഞ്ഞ 1 ഗോളും നേടിയിട്ടുണ്ട്. അങ്ങനെ രസകരമായ ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ബ്രസീലിന്റെ സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് കളിക്കുന്ന താരങ്ങൾ ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഗോളുകൾ നേടാൻ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു രസകരമായ കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് നല്ല സെന്റർ ഫോർവേഡുമാരുടെ ഒരു അഭാവം ഇപ്പോൾ ടീമിനകത്ത് വളരെ വ്യക്തമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.